അപ്പോൾ നമ്മൾ ട്രാൻസിഷൻസും എഫക്ട്സും എന്താണെന്ന് നോക്കി. ഇനിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇമേജ് കട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കുക എന്നുള്ളത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് റേസർ ടൂൾ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ റേസർ ടൂൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ ആ ഒരു പൊസിഷനിൽ കൊണ്ടുപോയി വെച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ, ഇത് എന്തായി, ഈ ഒരു ഇമേജിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലേ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി എനിക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ കട്ട് ചെയ്ത ആ ഒരു ഇതിനെ ബാക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ അൺഡു ചെയ്താൽ മതി. അത് ജോയിൻ ചെയ്ത് ഒന്നായി വന്നോളൂ. കണ്ടോ, ഇതിപ്പോൾ ഒന്നായി. ഞാൻ അൺഡു ചെയ്തതാണ്. അപ്പോൾ അൺഡു ചെയ്തപ്പോൾ അത് ഒന്നായി. പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ നമ്മൾ ഇമേജ് ഇമ്പോർട്ട് ചെയ്തു, അതിനെ ട്രാക്കിലോട്ട് കൊണ്ടുവന്നു, നമ്മൾ പ്ലേ ചെയ്ത് നോക്കി. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ആയി. ഇനി നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഓഡിയോ, ഒരു സോങ് ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു MP3 ഫയൽ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു MP3 ഫയൽ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. ഇനിയിപ്പം നമ്മൾ ഓഡിയോ ആണ്, MP3 ആണ്. സോ ഓഡിയോ പോയി നോക്കി, ഇവിടെ കിടപ്പുണ്ട് അല്ലേ. അതിന് ഞാൻ എന്ത് ചെയ്തു, അതിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് താഴെ ഒരു അടുത്ത ട്രാക്കിലോട്ട് കൊണ്ടുവന്നിട്ടു. ഇപ്പോൾ ഞാൻ നോക്കുക, ഞാൻ ആ ഒരു സോങ്ങിനെ, ഒരു MP3 ഫയലിനെ അടുത്ത ട്രാക്കിലോട്ടാണ് കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത്. രണ്ടാമത്തെ ട്രാക്കിലോട്ടാണ് കൊണ്ടുവന്നിട്ടേക്കുന്നത്. അതേസമയം ഞാൻ സെയിം ട്രാക്കിൽ തന്നെ ഈ ഇമേജിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഇടുമായിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഇമേജുകളെല്ലാം ഫുൾ പ്ലേ ആവും, അതിനുശേഷം ഓഡിയോ പ്ലേ ആവും. അതായത് അറ്റ് എ ടൈം ഓഡിയോയും ഇമേജും കൂടെ ഒന്നിച്ച് പ്ലേ ആവത്തില്ല. നോക്കുക, കണ്ടോ, ഇമേജുകളാണ് ആദ്യം എന്താവുന്നത്, പ്ലേ ആവുന്നത്, അതിനുശേഷമാണ് ഓഡിയോ പ്ലേ ആവുന്നത്. അപ്പം അറ്റ് എ ടൈം ഒന്നിച്ച് വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ട്രാക്കിൽ, അതായത് തൊട്ട് താഴത്തെയോ മുകളിലത്തെയോ രണ്ടാമത്തെ ട്രാക്കിൽ എന്ത് ചെയ്യുക, MP3 ഫയലിനെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. കണ്ടോ, ഇമേജും ഓഡിയോയും കൂടെ അറ്റ് എ ടൈം ഒന്നിച്ച് പ്ലേ ആവുന്നുണ്ട്. ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഞാനിപ്പോൾ ഇമേജ് യൂസ് ചെയ്തിട്ടാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതേസമയം ഇപ്പോൾ ഒരു ഓഡിയോ, ഞാനിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് എനിക്ക് ഓഡിയോ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെയിം ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുക. ഈ ഇമേജിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആ വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് പ്ലേസ് ചെയ്യുക, അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പം ഞാനൊരു ഓഡിയോ അടക്കമുള്ളൊരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ആ വീഡിയോ, ഒരു ഓഡിയോ അടക്കമുള്ളൊരു വീഡിയോ, ആ വീഡിയോയ്ക്ക് വേറൊരു സബ് ടൈറ്റിലാണ് എനിക്ക് നൽകേണ്ടതെന്ന് വിചാരിക്കുക. അതായത് എൻ്റെ കയ്യിലൊരു ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അപ്പോൾ ആ വീഡിയോയുടെ ഓഡിയോ എനിക്ക് ഡിസേബിൾ ചെയ്യണം. അതിൻ്റെ ശബ്ദം, അതിനകത്തുള്ള ശബ്ദം എനിക്ക് കളയണം. അപ്പം അങ്ങനെ കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഇമേജിന് പകരം വീഡിയോ പ്ലേസ് ചെയ്തേക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പം ആ വീഡിയോയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു റൈറ്റ് ക്ലിക്ക് അടിക്കുക. റൈറ്റ് ക്ലിക്ക് അടിക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ട്, പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ എന്തുണ്ട്, ഒരു ബോക്സും കുറേ വാല്യൂസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ താഴോട്ട് വരുമ്പം നിങ്ങൾക്കിവിടെ എനേബിൾ ഓഡിയോ, എനേബിൾ വീഡിയോ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം എനേബിൾ ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ഇപ്പോൾ എനിക്ക് ഓഡിയോ വേണ്ടെന്നാണ്, ശബ്ദം വേണ്ട, ശബ്ദം കളയണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ കളയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്യും, 0 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ 0 ആയിട്ട് സെറ്റ് ചെയ്തപ്പോൾ എന്തായി, അതിൻ്റെ ഓഡിയോ എനിക്ക് കേൾക്കാൻ വേണ്ടി പറ്റത്തില്ല, വിഷ്വൽസ് മാത്രമേ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇനി തിരിച്ച് എനിക്ക് വിഷ്വലും ഓഡിയോയും വേണമെന്നുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് -1 ആയിട്ട് വീണ്ടും സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെയാണ് വീഡിയോയുടെ കേസിലും. എനിക്ക് ഓഡിയോ വേണം, വീഡിയോ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യുക, 0 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. വീഡിയോ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ആ 0 മാറ്റി -1 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ്
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഓരോ വേർഷൻ അനുസരിച്ചും സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ചില വേർഷൻസിൽ ഈ ഒരു ഓഡിയോ ഡിസേബിൾ ചെയ്യുന്നതും എനേബിൾ ചെയ്യുന്നതും ഈ ട്രാക്കിൻ്റെ ഇവിടെ തന്നെ ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് ഒരു ഐ സിമ്പിളും അതുപോലെ ഒരു സ്പീക്കറിൻ്റെ സിമ്പിൾ, വോളിയം സിമ്പിളൊക്കെ ഇവിടെ തന്നെ നമുക്ക് ഉണ്ടാവും. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പോയി ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ നമുക്ക് ഉണ്ടാവും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഏത് വേർഷനാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും അത് ഉണ്ടാവുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഓണത്തെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ്. അപ്പം ഓണത്തെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തപ്പം എനിക്കൊരു ടൈറ്റിൽ വേണം. അതായത് വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് എന്ത് വേണം, ഹാപ്പി ഓണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റേതായ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കണമെന്ന് വിചാരിക്കുക. ഹാപ്പി ഓണമെന്നോ ഓണാശംസകളെന്നോ വിഷയമോ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെനു ബാറിൽ പോവാം. മെനു ബാറിൽ പോകുമ്പം ഈ മെനു ബാറിൽ ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു മെനു നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ മെനു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ടൈറ്റിൽ എന്ന് പറഞ്ഞ സബ് മെനു അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. സോ ആ സബ് മെനു നമ്മൾ എടുക്കുക. സബ് മെനു നമ്മൾ എടുത്തു കഴിയുമ്പം ഇങ്ങനെ ഒരു ബോക്സ് ആയിരിക്കും നമുക്ക് വരിക. ഈ ബോക്സിൽ കുറേ ടെംപ്ലേറ്റ്സ്